ക്രിസ്ത്യൻ വിഭാഗത്തെ ഒപ്പം നിർത്താൻ സജീവ ഇടപെടലുമായി ബി.ജെ.പി. ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ പുരോഹിതരുൾപ്പെടെ 60 പേർ പങ്കെടുത്തു. ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നഡ്ഡ ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിലെത്തി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. ക്രിസ്ത്യൻ സമൂഹത്തോടൊപ്പമുണ്ട് എന്ന സന്ദേശം നൽകാൻ തിരഞ്ഞെടുപ്പിന് മുൻപ് സജീവമായി ശ്രമിക്കുന്നു പ്രധാനമന്ത്രിയും ബി.ജെ.പിയും. കർദിനാൾ ഓൾസോഡ് ഗ്രേഷ്യസ്, ഫരീദാബാദ് രൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണകുളങ്ങര, അഞ്ജു ബോബി ജോർജ്, ജോയ് ആലുക്കാസ് തുടങ്ങി 15-ലധികം മലയാളികൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് ആഘോഷിക്കാനെത്തി. മണിപ്പൂർ ഉൾപ്പെടെ രാഷ്ട്രീയമൊന്നും ചർച്ചയായില്ല. ക്രിസ്മസ് സാമൂഹ്യനീതിയുടെയും ഉൾക്കൊള്ളലിന്റെയും ഉത്സവമെന്ന് മോദി. मैरी क्रिसमस। जीसस ने करुणा और सेवा के मूल्यों को जिया है। उन्होंने एक ऐसा समाज बनाने के लिए काम किया जिसमें सबके लिए न्याय हो और जो समाज समावेशी हो, इंक्लूसिव हो। 2025 മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്ന പ്രതീക്ഷ മോദി പങ്കുവച്ചു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ പരാമർശിച്ചില്ല. അതിനുള്ളൊരു അവസരമല്ലായിരുന്നു. ആദ്യമായിട്ടാണ് ക്രിസ്മസിന്റെ ദിവസം ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ഇങ്ങനെയുള്ളൊരു ആശംസ നടത്തുകയും ചെയ്തത്. അതിൽ പൊതുവെ ക്രൈസ്തവ സമൂഹം വളരെ സന്തുഷ്ടരാണ്. സന്തോഷമുള്ള വിരുന്നെന്ന് അഞ്ജു ബോബി ജോർജ്. എങ്ങനെയാണ് സ്പോർട്സ് ഇംപ്രൂവ് ചെയ്യുന്നത്? നമ്മളുടെ മെഡൽ ഇപ്പോൾ ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്തിനും ഒക്കെ കൂടുതൽ മെഡൽ കിട്ടുന്നു. പിന്നെ സാറ് 36 ഒളിമ്പിക്സ് ഇന്ത്യയിൽ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി വില്ലിങ്നെസ് കാണിച്ചു. അതൊരു വലിയ സന്തോഷം. ഈസ്റ്ററിന് മോദി എത്തിയ ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ ഇന്ന് ഉച്ചയോടെയാണ് ജെ.പി. നഡ്ഡ എത്തിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ഒപ്പം നിർത്താൻ സ്നേഹയാത്ര പോലെ പരിപാടികൾ ബി.ജെ.പി. നടത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.